ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് സൺഡേ ആണ്. ഇത് സൺഡേ ദിവസം എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി നേരം വൈകിയാണ് എഴുന്നേറ്റത്. ഒരു 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല. മോൾക്ക് ക്ലാസ്സുണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട് എന്നല്ലാതെ വലിയ തിരക്കുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണെങ്കിലും വീട്ടിലില്ല, ഒഫീഷ്യൽ ടൂറിലാണ്. അപ്പോൾ ഇനി ട്യൂസ്ഡേക്ക് ആയിട്ടാണ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനും മോളൊക്കെ തന്നെയാണ് വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ദിവസമായിരുന്നു, കുറച്ച് ദിവസമായിട്ട് അമ്മയും മോളുമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഈ ആഴ്ച മനോട്ടില്ലാത്തതുകൊണ്ട് പുറത്ത് പോയിട്ടുള്ള ട്രാവലിങ്ങൊന്നും നടക്കില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ചെറിയ ചെറിയ വിശേഷങ്ങളുമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് രാവിലെ എനിക്കിപ്പോൾ വെയിറ്റ് നോക്കാറുണ്ട്. അപ്പോൾ വെയിറ്റ് എനിക്കൊരു 59 കിലോ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 55 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊബൈലിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കൂടി വെയിറ്റ് വന്നിട്ടുണ്ട്, 56 കിലോ കാണിക്കുന്നുണ്ട്. അപ്പം 55 കിലോനായിട്ടുണ്ട്. പിന്നെ വെള്ളം ഞാൻ രാവിലെ ഒരു ഫ്ലാസ്ക് നിറച്ച് ചൂടാക്കി ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം എടുക്കാമല്ലോ, എപ്പോഴും അങ്ങനെ തിളപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടുവെള്ളം എന്തായാലും ആവശ്യം വരും. നമ്മൾ കുടിക്കാനും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് വെള്ളം നന്നായിട്ട് ചൂടാക്കി ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ നാളായിട്ട് 2-3 ദിവസമായിട്ട് ദോശയും ഇഡ്ഡലിയൊക്കെ തന്നെയാണ് കേട്ടോ. മോൾക്ക് അതാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് എനിക്ക് മടുത്തു. ഇന്നൊന്നും ആയപ്പോഴേക്കും മോൾക്ക് എന്തായാലും ദോശയാണ്. അപ്പോൾ ഞാൻ പോഹയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. തിക്ക് പോഹയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കഴിക്കാമല്ലോ. അപ്പോൾ ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. തിക്ക് പോഹയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. കുതിർത്തേണ്ട ആവശ്യമില്ല. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി വാഷ് ചെയ്യണം. അതിനകത്ത് നല്ല കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ കാണാം അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേഗം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ട് കുതിർന്ന് പോകും. അപ്പോൾ ഇത് തിക്ക് പോഹയാണ്. മറ്റേ നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന അവലിൽ നമുക്കിത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ കഴുകി 2-3 പ്രാവശ്യം കഴുകി അത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ പാൻ വെക്കുക. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ തന്നെ ഞാൻ കടുക് പൊട്ടിച്ചു, പിന്നെ വറ്റൽമുളക് ഇട്ടു. ഞാൻ കുറച്ച് കപ്പലണ്ടി ഇട്ടു കേട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ ഉഴുന്ന് പരിപ്പ് ഇടാം, വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇടാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കപ്പലണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, പീനട്ട്. പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന പോഹ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പോഹയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിലധികം വേണമെങ്കിൽ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോഹ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നോർത്ത് ഇന്ത്യൻസ് അതുപോലെ ട്രെയിനിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെ ഈ അവൽ വെച്ചിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. എന്നാലും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്, ലെമൺ ജ്യൂസൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കലത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇന്നലെ തലേ ദിവസം ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചോറും സാമ്പാറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊന്നും ഇല്ല. ഞങ്ങൾക്ക് എന്തായാലും ക്ലാസ് ഉണ്ടെന്ന്, ഡാൻസ് ക്ലാസ്. അപ്പോൾ ഒരു 10:30 കൂടി ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.
വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച ദിവസം, ഇന്ന് സൺഡേ ആണ്, വെള്ളിയാഴ്ച ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ നന്നായി ക്ലീൻ ചെയ്തിടും കേട്ടോ. അടിയും തുടയും എല്ലാം അതും വൃത്തിയാക്കി ഇടും. അപ്പോൾ കഴുകലൊക്കെ ചെയ്തിടും. അപ്പോൾ പിന്നെ സാറ്റർഡേ സൺഡേ എന്തെങ്കിലും പുറത്ത് പോകേണ്ട തിരക്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഈ വക കാര്യങ്ങൾക്കൊന്നും ഞാൻ നിൽക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും കേട്ടോ. വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ പിന്നെ പുറത്ത് പോവുക വരിക അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫ്രൈഡേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ അപ്പോൾ അതേ മോളപ്പോഴേ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്തായാലും അവൾക്ക് എന്തായാലും ദോശ വേണം. ദോശയുടെ ഫാനാണ്. 4 നേരം ദോശ കൊടുത്താലും മോള് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ആക്കി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഡാൻസ് ക്ലാസ്സിലെത്തി. അപ്പോൾ മോള് ക്ലാസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾക്ക് പാരൻറ്റ്സ് വെയിറ്റിംഗ് റൂമുണ്ട് കേട്ടോ. സ്പേസൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഞാൻ പോയിട്ട് ചിലപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും. ഇത് ഇവിടെ ഈ ഡാൻസ് സ്കൂൾ വരുന്നത് ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജ് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നൃത്യലക്ഷണ ഡാൻസ് സ്കൂളാണ് കേട്ടോ. അവിടുത്തെ ഒരു 500 കുട്ടികളുണ്ട്, നല്ലോണം സ്റ്റുഡൻസ് ഉണ്ട് ടീച്ചർക്ക്. അപ്പം ഇതാണ് കേട്ടോ, അവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലേവർ വേണ്ട കപ്പ് എടുത്ത് ഉണ്ടല്ലോ. ഏതാ വേണ്ട? വേഗം ഇതാ അങ്ങനെ ഇതാ ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിലെത്തി ലഞ്ചൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്തായാലും ഒരു 12:30 കൂടിയിട്ട് വീട്ടിലെത്തിയിട്ടോ. പിന്നെ വേഗം ലഞ്ചൊക്കെ റെഡിയാക്കി മുട്ടയൊക്കെ പരിച്ച് ചോറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടി വി ഉണ്ട് കേട്ടോ. ടി വി ആണെങ്കിൽ ഞാൻ വളരെ കുറവാണ്. അപ്പം എന്നാലും സൺഡേക്ക് അല്ലേ എന്ന് വെച്ചിട്ട് വേറെ പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ടി വി ഒക്കെ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മോള് കളിക്കാൻ പോയി പുറത്തേക്ക്. അപ്പോൾ പോയി വരുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഷേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പഴമൊക്കെ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഉണ്ടാക്കാറുണ്ട് സ്മൂത്തി പോലെ. പഴവും ആപ്പിളൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഡേറ്റ്സും അതുപോലെ ചിയ സീഡും ഇതൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ഹോർലിക്സ് ചിലപ്പോൾ ബൂസ്റ്റൊക്കെ ഇട്ടോട്ടെ. ഇന്ന് ഞാനിപ്പോൾ ഇത് ഷേക്ക് ആക്കാനായിട്ട് ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീമിൻ്റെ ചെറിയൊരു പാക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരു ഷേക്ക് പോലെ ആക്കി എടുക്കുക കേട്ടോ. ഇത് സ്മൂത്തി പോലെ ആക്കുകയാണെങ്കിൽ ഡേറ്റ്സ് ആപ്പിളൊക്കെ ഇതിൽ ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ചിയ സീഡ്, പാല്, പഴം, ആപ്പിൾ അതൊക്കെ ചെയ്യാം. ഇതൊന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് ഷേക്ക് ആക്കാനായിട്ട് അതിൽ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഐസ്ക്രീമും ബൂസ്റ്റും പാലും അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് എന്തൊരു ഷേക്കാക്കി മാറ്റാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്നൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് പറയാം ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.